നേരത്തെ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായിരുന്ന കോൺഗ്രസ് നേതൃത്വമൊക്കെ പിണങ്ങി മുന്നണി വിട്ട് പോയ മമത പിന്നീട് പല കൂട്ടുകെട്ടുകളിലും ചെന്ന് പെട്ടുവെങ്കിലും അവിടെ ചെന്നിടത്തെല്ലാം തന്നെ തനിക്കോ തന്റെ സഹപ്രവർത്തകർക്കോ നല്ല വകുപ്പുകളും മന്ത്രി പദവിയും എല്ലാം ഉറപ്പാക്കിയിരുന്നു. മമത തന്നെ കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. അതുപോലെ പ്രധാനമന്ത്രി പദവി കിട്ടിയില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളെങ്കിലും ഒരുപക്ഷെ നാളെ ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ തനിക്ക് വിലപേശി നേടാൻ കഴിയും എന്ന് നല്ല വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ മമത വീണ്ടും യൂട്ടേൺ എടുക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇത്രയും തന്ത്രശാലിയായ മറ്റൊരു രാഷ്ട്രീയ നേതാവ് മമതയെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്ന മമതയുടെ രീതി. മമതയ്ക്ക് നന്നായിട്ട് അറിയാം പശ്ചിമ ബംഗാളിൽ കൂടുതൽ സീറ്റുകളിൽ തങ്ങൾക്ക് അനായാസം ജയിക്കാൻ കഴിയുമെന്ന്. ഈ 42 സീറ്റുകളിൽ ഒരു 30 കൂടുതൽ സീറ്റുകൾ എന്തായാലും മമതയ്ക്ക് ലഭിക്കും. ഇത് വെച്ച് വിലപേശം തന്നെയായിരിക്കും ഒരു പക്ഷേ നാളെ ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ മമത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്.